ഹായ്. എൻ്റെ പേര് നിർമ്മല സുദർശനൻ. എൻ്റെ വീട് അയ്യമ്പഴ് എന്ന സ്ഥലത്താണ്. കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് ഷോൾഡർ പെയിനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ കുറേ ചികിത്സ ഇതിനു വേണ്ടി നടത്തുകയും എനിക്കതിനൊന്നും ഒരു റിസൾട്ടും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകളുടെ ഫ്രണ്ട് വഴിയായിട്ട് അങ്കമാലിയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യപീഠം എന്ന ക്ലിനിക്കിനെ കുറിച്ചും അവിടുത്തെ ബേസിൽ ഡോക്ടറെ കുറിച്ചിട്ടും എനിക്ക് മനസ്സിലായത്. ഞാൻ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്യുകയും ഡോക്ടറോട് എനിക്കുണ്ടായ ഷോൾഡർ പെയിനെ കുറിച്ചും എനിക്ക് ഉള്ള മറ്റ് അസുഖങ്ങളെ കുറിച്ചും ഷുഗർ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാളാണ് ഞാൻ. ഇതെല്ലാം ഞാൻ ഡോക്ടറോട് പറയുകയും ഡോക്ടർ ഇതെല്ലാം കേട്ടിട്ട് എന്നോട് ഒരു 8 ദിവസത്തെ ഒരു പാക്കേജ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചികിത്സ ആരംഭിച്ചു. ചികിത്സ തുടങ്ങിയത് സ്റ്റീമിങ്ങും കിഴി ഇതൊക്കെയായിരുന്നു അവിടുത്തെ സർവീസ്. എനിക്ക് വേണ്ടി നിർദ്ദേശിച്ച സർവീസ്. അതെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഏറ്റവും എനിക്ക് സെക്യൂറാണ്. നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്യുമ്പോഴാണെങ്കിലും കിഴി ചെയ്യുമ്പോഴാണെങ്കിലും ഡോക്ടറുടെ മമ്മി ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയും വളരെയധികം സെക്യൂറായിട്ട് ഇരുന്നാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഡോക്ടർ എങ്ങനെയുണ്ടായിരുന്നു ഫീല്, എങ്ങനെയുണ്ട്, റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഓരോ ദിവസവും ഡോക്ടർ എന്നോട് ചോദിക്കും. വളരെ നല്ല റിസൾട്ടായിരുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയധികം മാറ്റം ഉണ്ടായി. പെയിൻ കുറവുണ്ടായിരുന്നു. കൈ പതുക്കെ പതുക്കെ ചലിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പെയിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ സ്റ്റാഫ് ഡോക്ടറെ വിളിച്ച് പറയുകയും പിറ്റേ ദിവസം അതിന് വേണ്ട ടാബ്ലറ്റ് എനിക്ക് തരുകയും ഒക്കെ ചെയ്തു. അതുപോലെ ആ 8 ദിവസത്തെ പാക്കേജ് കഴിഞ്ഞപ്പോഴേക്കും വളരെ നല്ല റിസൾട്ടാണ് എനിക്കുണ്ടായത്. എൻ്റെ കൈ നന്നായിട്ട് ഉയർത്താനും താഴ്ത്താനും ഒക്കെ പറ്റും. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ തന്നെ വാക്കുകളുണ്ട്. വളരെയധികം നല്ല സർവീസായിരുന്നു. നല്ല ഹെൽപ്പ് ചെയ്യും. സ്റ്റാഫാണെങ്കിലും തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. തെറാപ്പിസ്റ്റൊക്കെ വളരെയധികം ഹെൽപ്പ് നമുക്ക് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ ഒരു ഹെൽപ്പും നമ്മളുടെ ഈ അസുഖം മാറാനായിട്ട് ഒരു കാരണം ആയിട്ടുണ്ട്. ഞാനിനി ആയുർവേദത്തിന് എന്തെങ്കിലും ഒരു അസുഖം ആയുർവേദം ചെയ്യേണ്ട ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും എല്ലാമായിട്ട് എനിക്ക് വൈദ്യപീഠത്തിനോട്